രാവിലെ നല്ല മഴയായതുകൊണ്ട് തന്നെ എനിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനും നന്നായിട്ട് നനയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈഡിൽ കൊണ്ട് കെട്ടി പോകണമെങ്കിൽ അവ അവിടെ പോട്ടെ കഴുകിയിടാമെന്ന് കരുതി. പക്ഷെ പോയില്ല കേട്ടോ. അപ്പം ചേട്ടൻ പോയപ്പം 7:30 കഴിഞ്ഞപ്പം ചേട്ടനും കുട്ടിയും പോയി, രണ്ടുപേരും പോയി. മൂത്ത ആളിന് ഇനി പോകണ്ട, അവർക്ക് എക്സാമിൻ്റെ ലീവാണ്. ഇവിടേക്കതാ കരകഴി. ഒരു ടൈമിൽ അവനെ എപ്പോൾ അഴിച്ചു വിട്ടാലും അവൻ റോഡിലോട്ടേ ഓടാൻ നിൽക്കുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് നാൾ പിന്നെ പിടിവിടാതെ കയ്യിൽ തന്നെ പിടിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുവിട്ടെ. ഇപ്പം നോക്കിയപ്പോൾ അവന് കുഴപ്പമില്ല, അവൻ റോഡിലോട്ട് തിരിഞ്ഞു നോക്കണില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾക്ക് ഇന്നലെ 10,000 സബ്സ്ക്രൈബറായി. എന്ന് വെച്ചാൽ നമുക്ക് 10,000 ഫാമിലി നമുക്ക് ആയി. പിന്നെ സത്യം പറഞ്ഞ ഏവൻ കാരണം ഞാൻ കുറച്ച് നടക്കാമെന്ന് കരുതി. എനിക്കും കുറച്ച് നടക്കണതും, അല്ലെങ്കിൽ മഴയത്ത് ആരെങ്കിലും എണീറ്റ് നടക്കാൻ ഒരു മടിയല്ലേ. പക്ഷേ ഇങ്ങനെ ഏവ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അവനെ നോക്കി നടക്കുകയാണ്. മഴ തോർന്നു, ഇപ്പം തന്നെ തോർന്നത് കേട്ടാ. രാവിലെ അല്ല, ഇന്നലേ തുടങ്ങിയ മഴയാണ്. പിന്നെ കൊച്ചൊക്കെ പോയപ്പോൾ ലേറ്റായി. ദൂരോട്ടൊന്നും പോവാതേടാ. എനിക്കിനി അങ്ങോട്ടൊന്നും വരാൻ വയ്യ, അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നെ നോക്കുന്നുണ്ട് കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ അവൻ ഞാൻ നിന്ന അവിടെ നിൽക്കും. അതാണ് എനിക്ക് അന്നത്തോടെ മനസ്സിലായി കേട്ടോ. എന്നെയും എത്ര പോയാലും എന്നെ തിരിഞ്ഞു നോക്കും, ഞാൻ വരുന്നുണ്ടോ. അതോ ഇപ്പം കാണിച്ചു തരാം. ഞാൻ പോവാത്തോണ്ടാണ് എന്നെ കാണാൻ കണക്കിന്. ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്, അതുകൊണ്ട് എന്നെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെയല്ലേ സത്യം, ഒരു സന്തോഷമാണ്. നമ്മളെയും കൂടി കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകാൻ വേറൊന്നുമില്ല, അങ്ങോട്ട് എവിടെയോ മയിലിൻ്റെ സൗണ്ട് കേട്ടി, അതിങ്ങനെ വിളിക്കുന്ന, അതുകൊണ്ടാണ് അങ്ങോട്ട് ഓടിയത്. ഇപ്പം ഞാൻ പോവാത്തത് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തതാണ്, അങ്ങ് താഴെ നിൽപ്പുണ്ട്. ഞാൻ പോകാത്തത് കൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടാ ഞാൻ ഇങ്ങ് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു തിരിച്ച്. ഞാൻ അവനെ മൈൻഡാക്കാതെ ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഓടി വന്നു, ഞാൻ പോകുന്നേ എൻ്റെ കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞു. എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലേ ഗുണ്ടുവേ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ, ബാത്റൂം വിശേഷം. കയറ്റാൻ പറ്റൂല, കാലൊക്കെ നിങ്ങൾ കണ്ടല്ല, ഫുള്ള് മഴയായതുകൊണ്ട് ചെളി അടിച്ച് പണ്ടാരങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഗുണ്ടപ്പന് മഴയായിട്ട് ഇനി കുളിപ്പിക്കുകയും വേണം, കാല് രണ്ടും കഴുകി എടുക്കേണ്ടി വരും എന്തായാലും, അല്ലേ ഗുണ്ടപ്പ? അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ കെട്ടിയിട്ടിക്കാം, അല്ലെങ്കിൽ അവ ഇപ്പം സോഫ സെറ്റിൽ കയറും.